ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഇത് ഡേറ്റ് ഏപ്രിൽ 23, സമയം ഏകദേശം 9:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ട്രേഡ് ഞാനിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്യൂർലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. യാതൊരു രീതിയിലും എഫ് ആൻഡോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നത് പുട്ട് ഓപ്ഷനിലാണ് ബാങ്ക് നിഫ്റ്റി. എൻ്റെ വ്യൂ ബീറിഷ് ആണ്. ഓക്കെ, സോ ഞാനിവിടെ ചാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 56,000 പുട്ട്. സോ ജസ്റ്റ് 1 ലോട്ട് ആഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് 1 ലോട്ട്? ഞാൻ ഓൾറെഡി ആ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന ഒരാളാണ്. അതെനിക്ക് എന്താണ് പബ്ലിക്കലി അത് കാണിക്കാൻ വേണ്ടി വലിയ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന വീഡിയോയിൽ അപ്പോൾ പല ആൾക്കാർക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. സോ എന്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് മേ ബി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞൊരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ കാണാം. ഇനീഷ്യലി തന്നെ ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ അവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു ഹ്യൂജ് സെല്ലിംഗ്, അതായത് ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈയിൽ ഓപ്പൺ ചെയ്ത് ഒരു ഹ്യൂജ് സെല്ലിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈ പോയിൻ്റ് ആണ്. PDH, പ്രീവിയസ് ഡേ ഹൈ, നോർമലി പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിനെ കൊണ്ട് പറ്റിയിട്ടില്ല. റൈറ്റ്, അപ്പം ആ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ച് പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുവാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം എങ്ങനെയാണ് പറയുക, ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓവർനൈറ്റ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിന് മുൻപ് ഇവിടെ നിന്നൊക്കെ ബൈയിങ് ചെയ്ത ആൾക്കാരുണ്ടാവും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു അപ് ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു. അപ്പം ഓൾറെഡി ബയേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നാളത്തെ എക്സ്പയറിക്കൊക്കെ വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു സിമ്പിൾ കാണുന്ന സമയത്ത്, അതായത് പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ച് താഴോട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചർ കാണുന്ന സമയത്ത് അവരൊന്ന് പാനിക്കാവും. പാനിക്കാവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവർ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. സിമ്പിൾ ലോജിക്. ഓക്കെ, അപ്പോൾ ഇത് എനിക്കെങ്ങനെ മനസ്സിലായി? ബാക്കിയുള്ള ആൾക്കാരുടെ സൈക്കോളജി ഒന്ന് മനസ്സിലാക്കിയ സമയത്ത് എനിക്കറിയാം അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുക മീൻസ് മാർക്കറ്റിൽ എന്താണ് നടക്കുക? മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സെല്ലിംഗ് അവിടെ വരും, അല്ലേ? പ്രോഫിറ്റ് ബുക്കിംഗ് മീൻസ് ഒരു സ്ട്രോങ് സെല്ലിംഗ് അവിടെ വരും. സോ ആ ഒരു സെല്ലിംഗ് വരും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത്. ഓൾസോ ഓക്കെ, ഇവിടെ ഞാൻ ADR വേർഷൻ 3 സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഇൻഡിക്കേറ്ററാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇത് നോക്കുന്ന സമയത്ത് ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എക്സാക്ട്ലി ADR ലെവലിൽ തിരിച്ച് താഴെ വന്നിട്ട് ഇപ്പം ആ ഒരു ലെവലിലാണ് റീടെസ്റ്റ് നടന്നിരിക്കുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ സൈനാണ് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാനുള്ളത്. സോ അപ്പം അത് ഒരു റീസൺ, അതെനിക്ക് അഡ്വാൻറ്റേജ് ആയി. എൻ്റെ ആ ഒരു ലോജിക്കിനനുസരിച്ചിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് അപ് ടു മേ ബി നോക്കാം, വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. നിയർലി ഒരു 80 പോയിൻ്റ് അപ്പ് എടുത്ത ഉടനെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. എക്സാക്ട്ലി എവിടെ നിന്നാണോ എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ ഒരു ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് നല്ലൊരു സെല്ലിംഗ് തന്നെയാണ് ഇന്ന്. ബട്ട് ഞാനൊരു ആ ഒരു ഇന്നത്തെ ഒരു ക്ലോസിംഗ് പോയിൻ്റ് വരെ മേ ബി മൂവ്മെൻറ്റ് നടത്താനുള്ള സാധ്യതകളുണ്ട്. നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ട്രേഡുകൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളരെ ഡിസിപ്ലിനോട് കൂടി നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്. മാർക്കറ്റ് വാച്ച് ചെയ്യുക. അനാവശ്യമായിട്ട് ഓവർ അനാലിസിസ് ചെയ്യാതിരിക്കുക. പല ആൾക്കാരും ഓവർ അനാലിസിസ് ചെയ്യാറുണ്ട് ട്രേഡുകൾ എടുത്തിട്ട്. അത് ഒഴിവാക്കുക. ഓൾറെഡി എടുത്തു കഴിഞ്ഞു. നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് മാക്സിമം അനലൈസ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചാർട്ടുകൾ നോക്കിയിരുന്നു ഓവർ അനാലിസിസ് ചെയ്ത ഓവർ തിങ്കിങ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഇമോഷനായിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ടാവും, ബട്ട് ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം. റൈറ്റ്, ഇപ്പോഴും എനിക്ക് ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? മാർക്കറ്റ് നല്ലൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്നുള്ള തോട്ട്സ് എനിക്കും വരാറുണ്ട്. ബട്ട് അപ്പം എനിക്ക് പേഴ്സണലി അത് ഒഴിവാക്കാൻ വേണ്ടി എനിക്കൊരു ടാർഗറ്റ് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ആ ഒരു ടാർഗറ്റ് വരെ വെക്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് വരെയൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ട്രേഡ് മാനേജ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല എഫോർട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇതേ സെയിം ട്രേഡ് എൻ്റെ ബാക്കിയുള്ള ബ്രോക്കേഴ്സിലൊക്കെ ഞാൻ സെയിം ട്രേഡ് എടുത്തിട്ടുണ്ട്. വലിയ ക്വാണ്ടിറ്റിയിൽ. അത് ഇപ്പം ഓട്ടോമേഷനാണ് നമുക്ക് വഴി. ഇപ്പം ഇതിലെടുക്കുന്ന ട്രേഡ് അതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കലി പോകും. അതൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അറ്റ് സെയിം ടൈമിൽ കമൻട്രി കൂടി ഞാൻ പറയുന്നുണ്ട്, അല്ലേ? വീഡിയോ ലൈവായിട്ട് കമൻട്രി കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എഫേർട്ടും അതിനനുസരിച്ചുള്ള പ്രഷറും എനിക്ക് അവിടെയുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ നല്ല ഹൈലി വൊളാറ്റലാണ്. പ്രീമിയം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യാം ടാർഗറ്റ് വരെ. ആൻഡ്
അപ്പോൾ ഈ ഒരു ADR വേർഷൻ 3 ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൺലി സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് ഉള്ളത്. ആൻഡ് ഓൾസോ ഡിസ്ക്ലെയിമർ കൂടി പറയാം, ഒരിക്കലും ഇതൊരു മാജിക്കൽ ഇൻഡിക്കേറ്റർ അല്ല. നിങ്ങളിത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അത് ഈ ഒരു ലെവൽസ് കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യാതിരിക്കുക. ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത് പ്രൈസ് ആക്ഷൻ, സൈക്കോളജി, ട്രാപ്പുകളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മൾ ട്രേഡ് എടുത്തിട്ട് നല്ല രീതിയിലുള്ളൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. അത്യാവശ്യം പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ എനിക്ക് പ്രോഫിറ്റ് ഈ ഒരു അക്കൗണ്ടിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നല്ലൊരു സ്പൈക്ക് എടുത്ത ഉടനെ തന്നെ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ നോർമലി ഞാനൊരു അഡ്വൈസ് തരുവാണെങ്കിൽ ഇപ്പം നല്ലൊരു സ്പൈക്ക് വരുന്ന സമയത്ത്, അതായത് പ്രീമിയത്തിൽ നല്ല മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്കിപ്പം ഈ ഒരു ലൊക്കേഷനിലൊക്കെ എന്താണ് നമുക്ക് പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങളൊരു 60 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലോട്ട്സ് ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 60 ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്ന സമയത്ത് ഒരു 30 ക്വാണ്ടിറ്റി നമുക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇനീഷ്യലി ചെയ്യാം. റൈറ്റ്, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസ് എൻ്റെ വേറെ ബ്രോക്കേഴ്സിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, 600 ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്ന സമയത്ത് ഒരു 300 ക്വാണ്ടിറ്റി നല്ല സ്പൈക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. റൈറ്റ്, അപ്പോൾ നമുക്ക് വലിയ ക്വാണ്ടിറ്റി കുറേ നേരം ഹോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഓൾസോ ഒരു ടാർഗറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് പ്രൈസാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ബട്ട് ആ ഒരു സഡൻ സ്പൈക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യതകളാണ് 100%. 100%ൽ 99%. ബട്ട് ഞാൻ നെക്സ്റ്റ് ഒരു ചാൻസ് കൂടി മാർക്കറ്റ് തരുവാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, സോ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബൈ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇതും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ താഴോട്ട് മൂവ്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ചെറിയൊരു പുൾ ബാക്ക് കൂടി, ഒരു അപ്പ് സൈഡ് സ്പൈക്ക് കൂടി വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പ്ലാനാണ്. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പം എൻ്റെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ടൈം ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഡയലോഗൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ ഈ ഒരു ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണ്. സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ ഗ്രീഡി ആകുന്നില്ല. റൈറ്റ്, ആ ഒരു പ്രീമിയത്തിൽ നോക്കുവാണെങ്കിലും ആ ഒരു ഡേ ഹൈ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. സോ ഫോർ മീ ഇറ്റ്സ് ഇനഫ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി വെയിറ്റ് ചെയ്യുന്നതിന് പകരം അതൊരു ടിപ്പ് പറയുകയാണ്, നിങ്ങൾ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്നുള്ള പുൾ ബാക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അധികം സ്ട്രെസ് ആകില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഇനീഷ്യൽ ടാർഗറ്റും. നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് വരെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. ക്ലോസിംഗ് പ്രൈസ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ നിയർലി 250 പോയിൻറ്റ് സംതിങ് ഉണ്ട്. ഓക്കെ, സോ ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ബൈ. ഇനിയിപ്പം വേറെ ഒരു ട്രേഡില്ല. മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മളത് കൂടുതൽ അനലൈസ് ചെയ്ത് ഓവർ ട്രേഡിങ്ങിലൊന്നും പോവാതിരിക്കാം. സോ ബൈ. താങ്ക് യു.